നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ പകരത്തെ ഓട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഗ്രേസ് വില്ലയിലെത്തി. അപ്പം ഇനി വൈകിട്ടത്തെ പ്രോഗ്രാം കുളിയൊക്കെയാണ്. അപ്പോൾ അവിടെ നല്ലൊരു കറുത്ത കുയിൽ പോലത്തെ ഒരു കിളി 3-4 കുഞ്ഞുങ്ങളുമായിട്ട് ഇതേ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ സിന്ധു ആണെങ്കിൽ ചിന്നന് പാലും കൊടുക്കുന്നു, തണ്ണിമത്തനും കൊടുക്കുക. പകലൊക്കെ ഞങ്ങൾ 2 മണിക്കൂർ 2:60 കൊടുക്കുന്നുണ്ടായിരുന്നു. സൂപ്പർ ചായ, അടിപൊളി ചായ, നല്ല സമൂസ. ചിക്കൻ സമോസ അല്ലേ? ചിക്കൻ സമൂസ. എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ അടിപൊളിയായിട്ട് ആസ്വദിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന് കേട്ടോ. ഐസ് പോലെ ഇരിക്കുന്ന വെള്ളം. മലയിൽ നിന്നല്ലേ, മേളിൽ നിന്ന് കണ്ടില്ലേ, മലയിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. അടുത്തൊരു മത്സരമാണ്. അവര് 3 പേരും കൂടെ മുങ്ങാൻ പോവാ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നവർക്ക് ഫസ്റ്റ്. പറഞ്ഞോ. അല്ല ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്ത് ജയചന്ദ്രൻ്റെയും പ്രിയ 12ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അത് പ്രത്യേകം ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഗ്രേസ് വില്ലയിൽ വന്നത്. അപ്പോൾ അവരുടെ പ്രിയ കുഞ്ഞുമക്കൾ 2 പേര്, പാർവതിയും ജാനകിയും കൂടെയുണ്ട്. അപ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറി 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങളോട് ആഘോഷിക്കുകയാണ്. 1000 പൂർണ്ണചന്ദ്രനെ കാണാൻ വേണ്ടിയുള്ള ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സഹൃദയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 12 വർഷമായി ഞങ്ങളുടെ വിജയകരമായ ദാമ്പത്യം വളരെ സൗഹാർദ്ദപരമായി സ്നേഹസമ്പന്നമായി പൊക്കോണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഫുൾ ക്രെഡിറ്റ് എൻ്റെ പ്രിയ പത്നി പത്നിയാണ് സിന്ധു ജി നാഥനോട്. ഞങ്ങൾ ഇന്നലത്തെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഗ്രേസ് വില്ലയിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇടിയപ്പമുണ്ട്, കറി എന്താണെന്നറിയില്ല. അപ്പം എല്ലാവരും രാവിലെ കുളിച്ച് ഫ്രഷായി. നല്ല തണുപ്പാണ് എങ്കിലും എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുമോ. അവർക്ക് ഇവിടുന്ന് പോകാൻ മനസ്സില്ല. നമ്മുടെ ഗ്രേസ് വില്ലയിലെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ഇടിയപ്പം മുട്ടക്കറി മതി. ഇടിയപ്പം മുട്ടക്കറി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഏത്തക്ക, നല്ല പഴുത്ത ഏത്തക്ക പുഴുങ്ങിയത് ഇതേ കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുക. ഇവിടുത്തെ സാറിൻ്റെ ഒരു പെറ്റാണിത്. ഇവൻ്റെ ബ്രീഡ് ഏതാണെന്നുള്ളത് ഞാനങ്ങ് മറന്നുപോയി, എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവനെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അവൻ്റെ അടുത്ത് ചെല്ലാം, അത്ര സ്നേഹം. മപ്പാസ എന്നാ അവൻ്റെ പേര് പറഞ്ഞത്. മുപ്പാസ അല്ലേ? ഭയങ്കര സ്നേഹം. എത്ര കുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അവൻ്റെ അടുത്ത് ചെല്ലാം. അവരുമായിട്ടൊക്കെ ഇവൻ ഭയങ്കര കമ്പനിയാണ്. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ പറഞ്ഞാൽ അനുസരിക്കുമെങ്കിലും പക്ഷേ അവിടെ ഒരു പയ്യനുണ്ട്, അവനാണ് ഇവരുടെ ഏറ്റവും അടുത്ത ആൾ. ഇത് കണ്ടോ, ഇതൊരു കിളിക്കൂടാണേ. ഇത് മണ്ണ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുക. ഇത് അവർ പറഞ്ഞ ഒരു പ്രത്യേക സൈസ് കുരുവിയാന്ന് പറഞ്ഞു. നമ്മുടെ സാധാ കിളിക്കൂട് പോലെ അല്ല ഇത്. ഇത് അവിടുത്തെ സ്റ്റാഫുകളാണ്, മാണിക്യവും വിക്രവും. വളരെ സ്നേഹമുള്ള, നല്ല കോപ്പറേറ്റീവായിട്ടുള്ള നല്ല 2 സ്റ്റാഫുകളാണ്. മറ്റ് 2 പേരും കൂടി ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചിറങ്ങുക. ഇനിയിപ്പോൾ പാഞ്ചാലിമേട്ടിൽ പോയിട്ട് പാഞ്ചാലിമേട്ടിൽ നിന്ന് രാമക്കൽമേടായിരിക്കും മിക്കവാറും റൂട്ട്. രാമക്കൽമേടോ അല്ലെ കാൽവറി മൗണ്ടോ ആയിരിക്കാനാണ് സാധ്യത. ഞങ്ങൾ നേരെ പാഞ്ചാലിമേട്ടിലേക്ക് പോവുക. അപ്പം പാഞ്ചാലിമേട്ടിൽ പോയില്ലായിരുന്നു പകൽ. അപ്പോൾ ഇനി പാഞ്ചാലിമേട് കണ്ടിട്ട്, അപ്പോൾ അവിടെ നമുക്ക് സിപ്പ് ലൈനൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പാഞ്ചാലിമേട്ടിൽ പോയി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവുക. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അപ്പോൾ ചായയൊക്കെ അവിടുന്ന് ഒരു ചായയും ഒക്കെ കഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പാഞ്ചാലിമേട്ടിലോട്ട് കയറുക. ഇവിടം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഇവിടെ ഇപ്പം വെയിലുണ്ടെങ്കിലും
പക്ഷേ നല്ല തണുപ്പാണ്, കാറ്റിന് നല്ല തണുപ്പാണ്. നമുക്കൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നും അനുഭവപ്പെടത്തില്ല. യാത്രയിൽ ആർക്കും ഒരു തലവേദനയോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഛർദിലോ ഒന്നും ആർക്കും ഉണ്ടായില്ല. അത് അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ മേപ്പോട്ട സിപ്പ് ലൈനിലോട്ട് കയറാൻ പോവാം. നമ്മുടെ പാഞ്ചാലിയുമായിട്ടുള്ള സിപ്പ് ലൈനാണ്. അതിന് കുട്ടികൾക്ക് അവർക്ക് കയറാൻ വേണ്ടി ഭയങ്കര താല്പര്യം. നിത്യം കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കയറി അവരൊന്ന് പോയെന്നൊന്ന് കാണാം. നമുക്കിത് ഏതാണ്ട് ഒരു 900 മീറ്ററോളം 1 കിലോമീറ്ററോളം അടുപ്പിച്ചുകൊണ്ട് സിപ്പ് ലൈൻ. താഴേന്ന് നമ്മളെ അവരിങ്ങോട്ട് ജീപ്പിലാണ് കൊണ്ടുവരുന്നത്. 25 കിലോയ്ക്ക് താപ്പോട്ട് വെയിറ്റ് ഉള്ളവരെ അവർ കയറ്റി വിടാറില്ല, വഴിയിലങ്ങനെ ബ്ലോക്ക് ആവുമെന്ന് വിചാരിച്ച്. അപ്പോൾ ജാനകിക്ക് ചോദിച്ചു 32 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവളും കയറിപ്പോയത്. 3 പേരും പോയി. അവർ 3 പേരും എൻജോയ് ചെയ്ത് വളരെ സന്തോഷമായിരുന്നു അവർക്കെല്ലാവർക്കും. നമുക്കവിടെ കൂടുതൽ സമയം നിൽക്കാൻ രാമക്കൽമേട് പോകണമെന്നല്ല പിന്നീട് ഇനിയിപ്പോൾ ഉള്ള എല്ലാവരും തീരുമാനം. അപ്പോൾ അതുകൊണ്ട് അവിടെ കൂടുതൽ സമയം ഞങ്ങൾ ചിലവഴിച്ചില്ല. അപ്പോൾ ഈ മണ്ഡപത്തിൽ നിന്ന് എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. നല്ല ഏലക്കായിട്ട ചായയും പഴംപൊരിയും ബോണ്ടയൊക്കെ അവിടെ ഞങ്ങൾ കഴിച്ചു. ആ മണ്ഡപത്തിനകത്തൊരു കടയുണ്ട്, അവിടുന്ന് കഴിച്ചു. തിരിച്ചിറങ്ങുമോ ഞങ്ങൾ. അപ്പോൾ തിരിച്ചിറങ്ങി ഇനിയിപ്പോൾ നേരെ വിടുന്നത് രാമക്കൽമേട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.